ബന്ധുനിയമന വിവാദത്തിൽ കെപിസിസി യോഗത്തിൽ അധ്യക്ഷൻ സണ്ണി ജോസഫിന് രൂക്ഷ വിമർശനം. സണ്ണി ജോസഫ് ഇക്കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കണമായിരുന്നുവെന്ന് മുതിർന്ന നേതാക്കൾ പറഞ്ഞു. പക്ഷേ ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ സണ്ണി ജോസഫ് നിഷേധിച്ചു. മാത്രമല്ല, അളിയനെ പേഴ്സണൽ സ്റ്റാഫ് ആക്കിയതിനെ അദ്ദേഹം വീണ്ടും പരസ്യമായി ന്യായീകരിക്കുകയും ചെയ്തു. സ്വന്തം സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതിൽ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിലുണ്ടായത്. ഇക്കാര്യത്തിൽ സണ്ണി ജോസഫ് സൂക്ഷ്മത പാലിച്ചില്ല എന്ന് മുതിർന്ന നേതാക്കളടക്കം ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇക്കാര്യം സണ്ണി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ നിഷേധിച്ചു. മാത്രമല്ല, സ്വന്തം അളിയനെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതിനെ സണ്ണി ജോസഫ് വീണ്ടും ന്യായീകരിക്കുകയും ചെയ്തു. എന്റെ ഒരു ബന്ധു എന്ന നിലയിലല്ല അതിന്റെ അടിസ്ഥാനം ഇവിടെ വ്യക്തമാക്കിയതാണ്. ഒന്ന്, ഈ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകമായ യോഗ്യതാ മാനദണ്ഡമോ അയോഗ്യതാ മാനദണ്ഡമോ നിയമപരമായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ സർക്കാരിൻ്റെ ഡെപ്യൂട്ടേഷനിലായിരിക്കണം എന്നതാണ് ഒരു നിബന്ധനയുള്ളത്. അല്ലാതെ അതിനേതെങ്കിലും ആളുകൾ അയോഗ്യരാണ് എന്ന യാതൊരു വ്യവസ്ഥയുമില്ല. ഇത് കൺസേൺഡ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തനത്തിന് സഹായിക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി എൻ്റെ റിലേറ്റീവ് ആണെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. നല്ല ക്യാരക്ടറുള്ള, നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിലെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള, ഒരു വിവാദത്തിനും വഴി കൊടുക്കാത്ത കഴിവുള്ള, ബുദ്ധിയുള്ള, എനിക്ക് കൂടി സ്വീകാര്യതയുള്ള, വിശ്വാസമുള്ള ഒരാളാണ് ബെന്നി തോമസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ വെച്ചത്. എൻ്റെ പ്രവർത്തനം, മന്ത്രി എന്നതിലുള്ള എൻ്റെ പ്രവർത്തനം കുറ്റമറ്റതാകാൻ, ജനോപകാരപ്രദമാകാൻ, വിജയകരമാകാൻ, ഫലപ്രദമാകാൻ സഹായിക്കുന്ന നല്ലൊരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ്. പൊതുപ്രവർത്തനത്തിൻ്റെ പരിചയസമ്പത്തുള്ള ഒരാളെയാണ്, നല്ല ക്യാരക്ടറുള്ള ഒരാളെയാണ് ഞാൻ വെച്ചത്. കെപിസിസി അധ്യക്ഷനടക്കം മന്ത്രിപദവിയിലേക്ക് പോയതിനാൽ പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായി. സണ്ണി ജോസഫ് പദവി ഒഴിയാൻ തയ്യാറാണെന്ന് യോഗത്തിൽ അറിയിച്ചു. അതിനെല്ലാം AICCയുടെ സംഘടനാപരമായിട്ടുള്ള രീതിയുണ്ട്. DCC പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിന് പ്രത്യേകമായൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് AICCയുടെ 2 ജനറൽ സെക്രട്ടറിമാർ, ദീപാജി ആദ്യം പറഞ്ഞു, KC വേണുഗോപാൽ സ്വല്പം ലേറ്റായിട്ടാണ്, അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹവും ആ കാര്യങ്ങളിൽ ആവശ്യമായ പുനഃസംഘടന ഉണ്ടാകുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. DC പ്രസിഡന്റുമാരും അതുപോലെ മറ്റ് പുതിയ സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ആളുകളും തന്നെ AICCയുടെ തീരുമാനത്തിന് എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വിജയം കൂട്ടായ നേതൃത്വത്തിന്റെ വിജയമാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടായി. സാമുദായിക നേതാക്കളെ കാണാൻ പോകുന്ന മന്ത്രിമാർ തിരിച്ചു പോകുമ്പോൾ DCC ഓഫീസിൽ ഒന്ന് കയറാനെങ്കിലും തയ്യാറാകണമെന്ന് ബാബുപ്രസാദ് പറഞ്ഞു. ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശൻ കൂടിക്കാഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ബാബുപ്രസാദിന്റെ വിമർശനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.